രണ്ടാമത് നമ്മൾ സംസാരിക്കുന്നത് ഇന്നലെ ഇന്ത്യ സഖ്യത്തിന് ഡൽഹിയിലെ വലിയ മാർച്ച് കണ്ടതാണ്. ആ റാലിയിൽ പങ്കെടുത്തുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള സ്വഭാവമുള്ള ഒരു വിമർശനം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നു. എന്ന് വെച്ചാൽ 400 സീറ്റിലധികം നേടുമെന്ന് മോദി പറയുന്നു. അങ്ങനെ 400-ലധികം സീറ്റ് നേടാൻ വേണ്ടി മാച്ച് ഫിക്സിംഗ് നടത്തുകയാണ് മോദി. മാച്ച് ഫിക്സിംഗ് എന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന പോലെ ക്രിക്കറ്റിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള സംഗതിയാണ്. എന്ന് വെച്ചാൽ നേരത്തെ തന്നെ വിജയം തീരുമാനിക്കാൻ തക്കവണ്ണത്തിലുള്ള ഉടായ്പകൾ കാണിക്കുക. അപ്പോൾ അതിലിപ്പോൾ 2 അമ്പയർമാരെ ഓൾറെഡി ഇപ്പോൾ മോദി കയ്യിലാക്കി കഴിഞ്ഞു. അദ്ദേഹം ഇലക്ഷൻ കമ്മീഷനെയാണ് ഒരു പക്ഷേ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അമ്പയർമാരെ പുള്ളി തന്നെ നിശ്ചയിച്ചു കയ്യിലാക്കി കഴിഞ്ഞു. രണ്ട് കളിക്കാരെ ഓൾറെഡി പുറത്താക്കി കഴിഞ്ഞു. എന്ന് വെച്ചാൽ അത് കെജ്രിവാളിനെയും ഒപ്പം ഹേമന്ത് സോറനെയാണ്. ഈ ഏർപ്പാടുകളൊന്നും ഇല്ലെങ്കിൽ മോദിക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. മാക്സിമം നേടാൻ കഴിയുന്നത് 180 സീറ്റാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള വിമർശനമാണ്. ഇപ്പം കേസ് കൊടുത്തിരിക്കുന്നു, പരാതി കൊടുത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്. BJP ഇത് കടന്ന പരാമർശമാണ് മോദിക്കും കമ്മീഷനെതിരെ നടത്തുന്നത് എന്ന്. സത്യത്തിൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനാധിപത്യവും നമ്മുടെ ഈ 2024 പൊതു തെരഞ്ഞെടുപ്പും നേരിടുന്ന ഏറ്റവും വലിയ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യുകയാണ്. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമാണല്ലോ പറയുന്നത്. അതെ, അത് അദ്ദേഹം അതിൻ്റെ തുടർച്ചയിൽ വേറൊരു കാര്യം കൂടി പറയണം നിഷാദ്. ഇതിങ്ങനെ പോയാൽ നമ്മുടെ രാജ്യം ഇല്ലാതാവും, രാജ്യം അതിഭയങ്കരമായിട്ടുള്ള അരാജകത്വത്തിലേക്ക് പോകും എന്ന് ചില മലയാള പത്രങ്ങൾ രാജ്യം കത്തും എന്ന് അങ്ങനെ ഒരു ആ വാക്ക് ഏത് വാക്കാണ് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ചില മലയാള പത്രങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്, നമ്മൾ ഈ രാജ്യം ഇങ്ങനെ ഈ വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും നിറഞ്ഞ ഈ രാജ്യം ഇങ്ങനെ നിലനിൽക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ടാണ് ഈ രാജ്യം ഇങ്ങനെ നിൽക്കുന്നത്. ലോകത്ത് ഇങ്ങനെ നിൽക്കുന്ന ഏത് രാജ്യമുള്ളത് നിഷാദെ? ഇത്രയും വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യം ഏതാണുള്ളത് ലോകത്ത്? ഒന്നുകിൽ ഏക ഭാഷ, അല്ലെങ്കിൽ ഏക സംസ്കാരം, ഏക മതം, ഇങ്ങനെയാണ് ലോകത്തുള്ള ഏതാണ്ട് എല്ലാ രാജ്യവും. നമ്മുടെ രാജ്യം നോക്കൂ, ഒരു 40 രൂപ റെയിൽവേ ടിക്കറ്റ് എടുത്ത് പോയാൽ നമ്മൾ കോയമ്പത്തൂർ എത്തുന്നു. തികച്ചും വ്യത്യസ്തമായ വേറൊരു യൂണിവേഴ്സാണത്. വേറെ ഭാഷ, വേറെ സംസ്കാരം, ഇത്രയും വൈരുദ്ധ്യങ്ങളുള്ളൊരു രാജ്യം 70 വർഷമായിട്ട് നിൽക്കുകയല്ലേ. ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഈ വൈവിധ്യങ്ങളെല്ലാം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പോളിറ്റിയാണ് നമ്മുടേത്. ഓരോ ഉപദേശീയതകൾക്കും അതിൻ്റെതായ സ്ഥാനം കൊടുക്കുക, ഡ്യൂ റെസ്പെക്റ്റ് കൊടുക്കുക, അവരുടേതായ സ്വയം നിർണയ അവകാശം കൊടുക്കുക. അവർക്കെല്ലാം സ്വയം ആവിഷ്കരിക്കാൻ, റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം, ഏറ്റവും ശരിയായ രീതിയിൽ ആ തെരഞ്ഞെടുപ്പ് നടത്തുവാനുള്ള ഒരു ഏജൻസി, അങ്ങനെ എന്ത് മനോഹരമായിട്ട് പോവുകയായിരുന്നു. തോൽക്കുന്നവരും ജയിക്കുന്നവരും ഒരേപോലെ റെസ്പെക്റ്റ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. അങ്ങനെ എവിടെയാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് എവിടെയാണുള്ളത്? ചൈനയിൽ തെരഞ്ഞെടുപ്പേ ഇല്ല. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒരു തെരഞ്ഞെടുപ്പ് ഫലം പോലും പ്രതിപക്ഷം അംഗീകരിച്ചത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. അതിനിടയിലാണ് നമ്മുടെ രാജ്യം ഇങ്ങനെ നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പാണ് അതിൽ ഏറ്റവും പ്രധാനം. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ മേൽ അതിഭയങ്കരമായിട്ട്, തെരഞ്ഞെടുപ്പിൻ്റെ മേൽ മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ആ സ്ഥാപനം വരെ സംശയം നിലനിൽക്കുകയാണ്. കാരണം ജി പറയുന്ന ഒരു മന്ത്രിയും പിന്നെ പ്രതിപക്ഷ നേതാവും കൂടിയാണ് തിരഞ്ഞെടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമന്ത്രിക്ക് കീഴിലുള്ള ഒരു സാധാരണ ഉദ്യോഗസ്ഥർ ആയി മാറിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ആവുന്നു. ഇപ്പുറത്ത് വേറെ ഏജൻസികളെ ഉപയോഗിച്ച് ഈ പറയുന്ന കളിക്കാരെ എല്ലാം പിടിച്ച് പൂട്ടിയിടുന്നു. അതാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഇതിനെന്തർത്ഥം? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ രാജ്യം ഉണ്ടാവില്ല. അതൊരു വസ്തുതയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ രാജ്യം ഉണ്ടാവില്ല. ഇവർ രാജ്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണല്ലോ ഈ കണ്ട കളിയൊക്കെ കളിക്കുന്നത്. നമ്മുടെ ശ്രേഷ്ഠ ഭാരതം, മഹത്തായ ഭാരതം, ശക്തിമത്തായ ഭാരതം, അതിന് ഒരു അയൺ മാൻ ആയിട്ടുള്ള, ലോഹ പുരുഷ് ആയിട്ടുള്ള ഒരു നേതാവ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ചുമ്മാ വിചാരിക്കുകയാണ് രാജ്യത്തെ ശക്തിപ്പെടുത്തുകയാണ്. ഇത് രാജ്യത്തെ ദുർബലമാക്കുകയാണ് ചെയ്യുന്നത്. ഈ രാജ്യത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഈ രാജ്യത്തെ ഇല്ലാതാക്കുകയാണ്. അത് ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ്. പക്ഷേ ഈ ഇന്നലത്തെ റാലിയിൽ ഞാൻ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തേക്കാൾ എന്നെ ആകർഷിച്ച പ്രസംഗം, എന്നിൽ കൗതുകം ഉണർത്തിയത് മെഹബൂബ മുഫ്തിയുടെ പ്രസംഗമാണ്. മെഹബൂബ മുഫ്തി പ്രസംഗിക്കാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ പ്രസംഗം തുടങ്ങുന്ന തന്നെ ഈ അഭിവാദന വാക്കുകൾക്ക്, ഉപചാര വാക്കുകൾക്ക് ശേഷം അവർ പറയുകയാണ്, നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഉമർ ഖാലിദിന് വേണ്ടി സംസാരിക്കുവാനല്ല, മുഹമ്മദ് സുബൈറിന് വേണ്ടി സംസാരിക്കാനല്ല, സിദ്ദീഖ് കാപ്പിന് വേണ്ടി സംസാരിക്കാനല്ല. നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമുക്കിടയിൽ നിന്നുള്ള
തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ സഹപ്രവർത്തകർ ജയിലിൽ കഴിയുകയാണ്. അവർക്ക് വേണ്ടി സംസാരിക്കാനാണ്. എനിക്ക് ഇതിലൊരു അത്ഭുതമില്ല. ഞാനും പിന്നെ ഫാറൂഖ് അബ്ദുള്ളയും ഉമർ അബ്ദുള്ളയും മാസങ്ങളോളം, ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിമാരായിരുന്നിട്ട് പോലും മാസങ്ങളോളം ഹൗസ് അറസ്റ്റിൽ കഴിയേണ്ടി വന്ന ആളുകളാണ്. ഇതിൻ്റെ ഭീതി എന്താണ്, ഇതിൻ്റെ വിഷമം എന്താണ് എന്നെനിക്ക് മനസ്സിലാവും എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ആ പ്രസംഗത്തൊന്ന് ഡൈസെക്റ്റ് ചെയ്യുക, നോക്കുക എന്താണ് അവർ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇപ്പം നമ്മൾ ഹേമന്ത് സോറനും പിന്നെ കെജ്രിവാളും ഈ രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിൽ കിടക്കുന്നു. ആ കോണ്ടക്സ്റ്റിലാണല്ലോ ഈ റാലി നടക്കുന്നത്. നേരത്തെ 3 മുഖ്യമന്ത്രിമാർ മാസങ്ങളോളം എന്താണ് വീടിനെ ജയിലാക്കി അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടോ അന്ന് പുറത്ത് വന്ന ഉമർ അബ്ദുള്ളയുടെ ഒരു ചിത്രം ഓർമ്മയുണ്ടോ? താടി നീണ്ടു പോയി, ഷേവ് ചെയ്യാൻ പോലും ആ മനുഷ്യന് പറ്റിയിട്ടില്ല. അപ്പോൾ 3 മുഖ്യമന്ത്രിമാർ നേരത്തെ ജയിലിൽ കിടന്നിട്ടുണ്ട്. അതേക്കുറിച്ച് രാജ്യത്ത് വല്ല ചർച്ചയുണ്ടായിരുന്നു. ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന അരവിന്ദ് കെജ്രിവാൾ ഒരു ട്വീറ്റ് ചെയ്തിരുന്നു അതേക്കുറിച്ച്. അവർ ജയിലിൽ കിടക്കാൻ കാരണമായ സംഭവം എന്താണ്, 370 സ്ക്രാപ്പ് ചെയ്ത, അത് മഹത്തായ കാര്യമാണ് എന്ന് ട്വീറ്റ് ചെയ്ത കക്ഷിയാണ് ഈ അരവിന്ദ് കെജ്രിവാൾ. ഇനി സിദ്ദിഖ് കാപ്പനും സുബൈറിനും പിന്നെ ഉമർ ഖാലിദും അവർക്ക് വേണ്ടി സംസാരിക്കാനല്ല. ശരിയാണ്, അവർക്ക് വേണ്ടി സംസാരിക്കാനല്ല. എന്തുകൊണ്ട് ഈ ഗതിയിലെത്തി? അവർക്ക് വേണ്ടി സംസാരിക്കേണ്ട സമയത്ത് ഇവർ സംസാരിച്ചില്ലെന്നേ. ഉമർ ഖാലിദ് അകത്തായപ്പോൾ, സുബൈർ അകത്തായപ്പോൾ, ഈ പറയുന്ന സിദ്ദിഖ് കാപ്പനകത്തായപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇവരാരും ഉണ്ടായിരുന്നില്ല. മെഹബൂബ മുഫ്തിയും ഫാറൂഖ് അബ്ദുള്ളയും ഉമർ അബ്ദുള്ളയും അകത്തായപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അവസാനം കെജ്രിവാൾ അകത്തായപ്പോൾ ഇതിങ്ങനെ പോയാൽ കുഴപ്പമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി. നമ്മളും അകത്താവും. അതെ, യെസ്. അല്ല അജിംസ്, ഇങ്ങനെയാണെങ്കിൽ അവർക്ക് ജയിക്കാൻ പറ്റുമായിരിക്കും. അതർവൈസ് അവർക്ക് 150 സീറ്റ് കൂടുതൽ കിട്ടില്ല എന്ന് രാഹുൽ ഗാന്ധി പറയാണ്. എന്ന് വെച്ചാൽ ഈ അധികാരത്തിൻ്റെ പവറിനോട് നമുക്ക് ജയിക്കാൻ കഴിയില്ല എന്നൊരു നിരാശ കൂടി അതിനകത്ത് പ്രകടമാണോ ഈ വാചകങ്ങളിൽ? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഫലം വന്ന തൊട്ടുടനെ തന്നെ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട സ്വതന്ത്ര മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ക്വിൻറ്റ്, scroll.com അങ്ങനെയുള്ള കുറച്ച് വെബ്സൈറ്റുകൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഒന്ന് വിശകലനം ചെയ്തു. അതായത് വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓരോ ഫേസായിട്ടാണല്ലോ നടന്നത്. ഓരോ ഫേസിലും ഇത്ര വോട്ട് പോൾ ചെയ്തു, അവിടെയുള്ള മൊത്തം വോട്ടിന് ഇത്ര പെർസെൻറ്റേജ് പോൾ ചെയ്തു എന്ന കണക്ക് അവർ ഇലക്ഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ അത് അവർ നോട്ട് ചെയ്ത് വെച്ചു. ഓരോ ഫേസിലും ഇന്ന സ്ഥലത്ത് ഇത്ര വോട്ട് അപ്പോൾ മൊത്തം പോൾ പെർസെൻറ്റേജ് ഓരോ സ്ഥലത്തെയും പോൾ പെർസെൻറ്റേജ്, ഓരോ മണ്ഡലത്തിലെയും പോൾ പെർസെൻറ്റേജ് അവർ രേഖപ്പെടുത്തി വെച്ചു. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് 7 ഘട്ടങ്ങളും കഴിഞ്ഞ് ഈ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ, വോട്ടെണ്ണൽ പ്രക്രിയയാണല്ലോ, വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ മൊത്തം എണ്ണിയ വോട്ട് രേഖപ്പെടുത്തി. മൊത്തം വോട്ട് രേഖപ്പെടുത്തി, അതും രേഖപ്പെടുത്തി വെച്ചു. ഇത്ര വോട്ടിനാണ് ജയിച്ചതെന്നുള്ളത് തമ്മിൽ ടാലി ചെയ്യുമ്പോൾ ഓരോ ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച ടോട്ടൽ പോൾഡ് വോട്ടും പിന്നെ വോട്ട് എണ്ണിയപ്പോൾ രേഖപ്പെടുത്തിയ വോട്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, വലിയ അന്തരമുണ്ട് എന്ന് അവർ റിപ്പോർട്ട് ചെയ്തു. അത് ഒരുപക്ഷെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഡിസ്ക്രിപ്പൻസി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പ്രസിദ്ധീകരിച്ച കണക്കുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഏതെങ്കിലും മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യയിലെ ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ അതേക്കുറിച്ച് അന്വേഷണം വേണം, എന്തുകൊണ്ട് അത് സംഭവിച്ചു? കാരണം വെച്ചാൽ ഈ റിപ്പോർട്ട് പുറത്തു വന്ന ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തതെന്നാണെന്ന് അറിയോ, അവർ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ കണക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇതൊരു പ്രശ്നമാണ് എന്ന് ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾക്ക് തോന്നിയോ? ഒരിക്കലും തോന്നിയിട്ടില്ലല്ലോ. അസമിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പ്രതിപക്ഷ MLAയുടെ വാഹനത്തിൽ നിന്ന് EVM നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പ്രിയങ്ക ഗാന്ധിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു. അതൊരു സീരിയസ് പ്രശ്നമായിട്ട് കോൺഗ്രസിന് തോന്നിയോ? ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾക്ക് തോന്നിയോ? അതൊരു തെരഞ്ഞെടുപ്പ് അട്ടിമറി ശ്രമമാണെന്ന് ആർക്കെങ്കിലും തോന്നിയോ? ഇല്ലല്ലോ. അതൊരു വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്നോ? ഒന്നും വേണ്ട. ഏറ്റവും അവസാനം നടന്ന രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് പോലുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ്. മധ്യപ്രദേശിൽ എന്തായാലും കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് BJP-കാർ തന്നെ പറയുകയാണ്. ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഞങ്ങൾക്ക് അധികാരം നഷ്ടപ്പെടും, ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് തന്നെ തുടരും, മധ്യപ്രദേശിൽ ഞങ്ങൾക്ക് അധികാരം നഷ്ടപ്പെടുന്നത് BJP-കാർ തന്നെ പറയണം. അവിടെ ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുകയാണ് അത്ര ശക്തമായ ആൻറ്റി ഇൻകംബൻസി മധ്യപ്രദേശിലുണ്ടായിട്ട്. മധ്യപ്രദേശിൽ ക്ലീൻ സ്വീപ്പോടുകൂടി BJP ജയിക്കുന്നു. പിറ്റേ ദിവസം ദിഗ്വിജയ് സിംഗ് പറയുന്നു ഇത് EVM-ലെ ടാമ്പറിംഗ് ആണെന്ന്. അദ്ദേഹം, ദിഗ്വിജയ് സിംഗ് ചെറിയ ആളല്ല, അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം സ്വയം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒന്ന് പറയുന്നത് EVM ടാമ്പറിംഗ് ആണെന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിപക്ഷ നേതാവ് അത് ആവർത്തിച്ച് പറയാൻ, അത് സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായില്ല. ഇതേ ദിഗ്വിജയ് സിംഗ് തൊട്ടടുത്ത ആഴ്ച ഒരു മാസം കഴിഞ്ഞ്
ഡൽഹിയിൽ EVM-നെതിരെ നടന്ന ജനകീയ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു. ജനങ്ങൾ സംഘടിപ്പിച്ചത്, അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയല്ല. കോൺഗ്രസ് അതിലേതെങ്കിലും അഭിപ്രായം പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പോൾ ഇത്രയും ശക്തമായത് രാജ്യത്തെ സിവിൽ റൈറ്റ്സ് ഗ്രൂപ്പുകൾ, രാജ്യത്തെ ഡെമോക്രാറ്റുകൾ നിരന്തരം ഉന്നയിക്കുന്നൊരു പ്രശ്നമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യതയിൽ, തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വരുന്ന വീഴ്ചകൾ. ഇതെല്ലാം ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ഏറ്റവും ഒടുവിൽ അശോക യൂണിവേഴ്സിറ്റിയിലെ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറുടെ ഒരു പഠനം പുറത്തു വന്നു. എങ്ങനെയാണ് ലോ മാർജിനിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥി ചെയ്യുമ്പോൾ അത് BJP-യുടെ സ്ഥാനാർത്ഥിയായി മാത്രം മാറുന്നത് എങ്ങനെയാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ളൊരു പഠനം പുറത്തു വന്നു. അദ്ദേഹത്തിന് ജോലി രാജിവെച്ച് പുറത്തു വേണ്ടി വന്നു. ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് അതേക്കുറിച്ച് സംസാരിച്ചോ? ഇനി അത് വിടുക. ഇപ്പോൾ ഉമർ ഖാലിദിൻ്റെയും മറ്റുള്ളവരുടെയും കാര്യം പറഞ്ഞല്ലോ. സഞ്ജീവ് ഭട്ടിൻ്റെ ഭാര്യ ശ്വേത സഞ്ജീവ് ഭട്ട് 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന തൊട്ട് മുമ്പ് നടന്ന ഗുജറാത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മണിനഗറിൽ നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച ആളാണ് ശ്വേത സഞ്ജീവ് ഭട്ട്. ഏതെങ്കിലും കോൺഗ്രസ്സുകാരനത് ഓർമ്മയുണ്ടോ? രാഹുൽ ഗാന്ധി എപ്പോഴെങ്കിലും അറിയാതെ പോലും സഞ്ജീവ് ഭട്ടിൻ്റെ ജയിൽവാസത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അപ്പോൾ നമ്മളതേക്കുറിച്ച് ഇപ്പോൾ ഏതെങ്കിലും ചാനൽ ചർച്ചയിലോ മറ്റോ കോൺഗ്രസ്സുകാരോട്, ആം ആദ്മി പാർട്ടിക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അതൊക്കെ എന്താണ്, അത്തരം വിഷയങ്ങളൊക്കെ സംസാരിപ്പിക്കുക എന്നുള്ളത് BJP-യുടെ തന്ത്രമാണ്. അതായത് രാജ്യത്തെ പൗരാവകാശ പ്രശ്നങ്ങൾ, രാജ്യത്തെ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യമില്ലായ്മ, ഇതേക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് പറഞ്ഞിട്ട് വിഷയം മാറ്റാം. നമ്മൾ പറയേണ്ടത് എന്താണ്? പ്രധാനപ്പെട്ട വിഷയങ്ങൾ, വിലക്കയറ്റം, രാജ്യത്തെ പെട്രോൾ വില വർധന, ഇതൊക്കെ പറഞ്ഞുകൊണ്ടേ BJP-യെ നേരിടാൻ കഴിയുമെന്നുള്ളതാണ്. അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് നേരിട്ട് തെരഞ്ഞെടുപ്പുകളിലൊക്കെ പ്രതിപക്ഷം വിജയിച്ചിട്ടുണ്ടോ? അഴിമതിയെക്കുറിച്ച് സംസാരിച്ചു. ഇപ്പോൾ ഉദാഹരണത്തിന് 2019 തെരഞ്ഞെടുപ്പിൽ അഴിമതിയായിരുന്നു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. റഫാൽ അഴിമതിയായിരുന്നു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട്, ഒരൊറ്റ ഡിസംബറിലുണ്ടായിട്ടുള്ള ഒരൊറ്റ പുൽവാമ സ്ഫോടനം കൊണ്ട് അതെല്ലാം എല്ലാം മറിഞ്ഞുപോയി. റഫാൽ ഡീലിനെ കുറിച്ച് പിന്നെ ഒന്നും പറയാനേ ഇല്ല. റഫാൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും പറയാറുണ്ടോ? ഒന്നും വേണ്ട. 36 റഫാൽ വിമാനങ്ങൾ 2 വർഷത്തിനുള്ളിൽ കിട്ടുമെന്നായിരുന്നല്ലോ റഫാൽ ഡീലിൽ പ്രധാനപ്പെട്ട കരാറ്. ആകർഷണം. എത്ര റഫാൽ വിമാനങ്ങൾ ഇന്ത്യക്ക് കിട്ടിയെന്ന് ആർക്കെങ്കിലും അറിയാം? ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് അതേക്കുറിച്ച് വറീഡാണോ? ഒന്നും വേണ്ട. ഗാൽവാൻ വാലിയിലെ ഇന്ത്യ ചൈന പോരാട്ടം, ഏറ്റുമുട്ടലുണ്ടായപ്പോൾ ചൈന ഗാൽവാൻ വാലിക്ക് തൊട്ടടുത്ത് നമ്മുടെ ഇന്ത്യൻ അതിർത്തി കൊണ്ടുവന്ന് അവർ ഫൈറ്റർ ജെറ്റ്സ് ഡിപ്ലോയ് ചെയ്തു. ഇന്ത്യക്ക് ഡിപ്ലോയ് ചെയ്യാൻ വിമാനം ഉണ്ടായിരുന്നില്ല. ആ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കെ രാജ്നാഥ് സിംഗ് രാജ്നാഥ് സിംഗ് റഷ്യ ചെന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് മിഗ് വിമാനം തരാമെന്ന് വെച്ചാൽ, അത് മിഗ് വിമാനം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റഫാൽ ഡീലിൽ ഏർപ്പെട്ടത്. ഞങ്ങൾക്ക് കുറച്ച് മിഗ് വിമാനം തരാമെന്ന് ചോദിച്ച് റഷ്യയിൽ പോയേക്കുമായിരുന്നു. എത്ര വിമാനം ഇവിടെ വന്നു എന്നറിയാമോ? ഇനി 36 അവർ ഉണ്ടാക്കി നമുക്ക് തരും. ബാക്കി വിമാനം ഇവിടെ ഉണ്ടാക്കണമല്ലോ. അതുണ്ടാക്കേണ്ടത് ആരാണ്? അനിൽ അംബാനിയാണ്. ഈ അനിൽ അംബാനി എത്ര വിമാനം ഉണ്ടാക്കാനുള്ള പ്ലാൻ തയ്യാറാക്കി? എത്ര റഫാൽ വിമാനം ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിക്കുന്നുണ്ട്? ഇതേക്കുറിച്ച് ആരെങ്കിലും ഇതുണ്ടോ? അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യം അതീവ ഗുരുതരമായൊരു പ്രശ്നത്തിലാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യന് ക്യാൻസറുണ്ട്, ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ക്യാൻസർ രോഗമുണ്ട്. അപ്പോൾ നമ്മൾ അയാളുടെ ജലദോഷത്തെക്കുറിച്ചും തലവേദനയെക്കുറിച്ചുമാണോ ചർച്ച ചെയ്യേണ്ടത്? അതല്ല ക്യാൻസറിനെ കുറിച്ചാണോ? ഏതിനാണ് ആദ്യം ചികിത്സിക്കേണ്ടത്? ഏത് രോഗമാണ് ആദ്യം ചികിത്സ ഭേദമാക്കേണ്ടതെന്ന ക്വസ്റ്റ്യനാണ് പ്രതിപക്ഷ മുന്നണികൾക്ക് മുമ്പിൽ എനിക്ക് വയ്ക്കാനുള്ളത്. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അവർ ഏറ്റെടുക്കേണ്ട സീരിയസ് ആയ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയും കാതലായ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു എന്ന ഇഷ്യൂ അവർ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ്.